എഞ്ചിനീയറിംഗ് എടുക്കണോ മെഡിസിൻ എടുക്കണോ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് എഞ്ചിനീയറിംഗ് ഫീൽഡിൻ്റെയും മെഡിസിൻ ഫീൽഡിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പാകത്തിൽ രണ്ടിൻ്റെയും ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ്, ഏതെല്ലാം ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് മെഡിസിന് പോകേണ്ടത് അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോകേണ്ടത്, അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി, കോളേജസിന് എത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഇത് വെച്ച് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം അൺലേൺ വിത്ത് അജ്മൽ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ഒരുപാട് വിമർശനങ്ങൾ താഴെ വരാൻ സാധ്യതയുണ്ട്. ഒരു എഞ്ചിനീയറിംഗും മെഡിസിനും മാത്രമാണോ ഉള്ളത്, വേറെയും ഒരുപാട് ഫീൽഡുകളില്ലേ? ഓഫ് കോഴ്സ് ഒരുപാട് ഫീൽഡുകളുണ്ട്. ഞാനിത് സംസാരിക്കാൻ പോകുന്നത് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. എസ്പെഷ്യലി സയൻസ് +2 എടുത്തതിന് ശേഷം ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവരുടെ ഒരു മേജർ ഓപ്ഷനായി മെഡിസിനും എഞ്ചിനീയറിംഗും വരുന്നു. അപ്പോൾ രണ്ടിനും ഫോക്കസ് ചെയ്യേണ്ട ആളുകൾ ഏതിൽ ഫോക്കസ് ചെയ്യണം എസ്പെഷ്യലി എന്ന് ചോദിക്കുമ്പോൾ അവർക്കുള്ള ഉത്തരമാണ് ഇതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓഫ് കോഴ്സ് ദർ ആർ വെറൈറ്റി ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയമില്ല. ഏറ്റവും സ്കോപ്പുള്ള രണ്ട് കാര്യങ്ങൾ മെഡിസിൻ എഞ്ചിനീയറിംഗ് മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ദാറ്റ്സ് എ ഡിസ്ക്ലെയിമർ. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്കഷനിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ മെഡിസിൻ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ ഞാനൊരു 6-7 ഫീൽഡുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് പാഷൻ ആൻഡ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗിലോട്ട് പോകുന്നൊരു വ്യക്തി ടെക്കിൽ വർക്ക് ചെയ്യണം, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക, പുതിയ പല കാര്യങ്ങൾ റിപ്പയർ ചെയ്യുക, അല്ലെ ഇങ്ങനത്തെ താല്പര്യമുള്ള ആളുകളാണ് ജനറലി എഞ്ചിനീയറിംഗിന് പോവുക. അതിനോടൊരു പാഷൻ, ഓരോ കാര്യങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള പാഷനുള്ള ആളുകളാണ്. മെഡിസിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വലിയൊരു എലമെൻറ്റ്, ഞാൻ കുറച്ച് ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവിടെ ഒരു പ്രൈഡ്, ഒരു പ്രസ്റ്റീജ് ഉള്ളൊരു ജോബ്, ഒരു പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരാളൊരു ഡോക്ടറാണ്. ആൻഡ് എ സോഷ്യൽ സർവീസ്, ഈ ആസ്പെക്റ്റുകളാണ് പല കുട്ടികൾക്കും മുമ്പിൽ വരാറുള്ളത് ആസ് എ ഫസ്റ്റ് ടൈം. വേറെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇതാണ് ഏറ്റവും പ്രൈമറിലി വരാറുള്ളത്. അപ്പോൾ ഇതാണ് ജനറലി ഒരു പ്രിഫറൻസ് ഉള്ള ആളുകളാണ് മെഡിസിനും എഞ്ചിനീയറിംഗും ചൂസ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മളൊരു അക്കാഡമിക് ആപ്റ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ ആപ്റ്റിറ്റ്യൂഡുള്ള ഇല്ലാത്ത ഒരാൾ ഒരിക്കലും എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യരുത്. മാത്സിനോട് താല്പര്യമില്ലാത്ത ഒരാൾ ബയോളജിയെ വെറുക്കുന്നു എന്ന കാരണം കൊണ്ട് ഒരിക്കലും എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യരുത്. ഫസ്റ്റ് ഇയറിൽ തന്നെ പണി കിട്ടാൻ നല്ല സാധ്യത കൂടുതലാണ്. മാത്സിലും ഫിസിക്സിലും ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക്, ഒരു ലോജിക്കൽ തിങ്കിങ്, അനലിറ്റിക്കൽ തിങ്കിങ്, ഒരു പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ താല്പര്യമുള്ള ആളുകൾക്കാണ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഫീൽഡ് തീർച്ചയായിട്ടും ഫിറ്റായിട്ട് വരിക. മെഡിസിനിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബയോളജി പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വേണം. കാരണം നീറ്റ് പരീക്ഷയുടെ 50% ബയോളജിയാണ്. ഇനി അങ്ങോട്ടും മേ ബി ആ ബയോളജി അല്ലെങ്കിലും ഒരു ഹ്യൂമൻ അനാട്ടമിയും ഫിസിയോളജി അടക്കമുള്ള കാര്യങ്ങൾ മെഡിസിന് തീർച്ചയായിട്ടും പഠിക്കാനുണ്ടാവും. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മാത്സ് ഇഷ്ടമില്ലാത്തവർക്ക് പോകാനുള്ളൊരു ഫീൽഡല്ല മെഡിസിൻ എന്നുള്ളതാണ്. ഇതിന് കാരണം നിങ്ങൾ നീറ്റ് എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് നിർബന്ധമാണ്. മാത്തമാറ്റിക്സ് ഒരു ഓപ്ഷനായി എടുക്കാത്ത ആളുകൾക്ക് നീറ്റ് കിട്ടുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ മാത്സ് താല്പര്യമില്ല എന്നുള്ളത് മെഡിസിന് പോകാനുള്ള ഒരു മാനദണ്ഡമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം ലൈഫ് സ്റ്റൈൽ ആൻഡ് വർക്ക് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു എഞ്ചിനീയറിങ്ങിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വേരിയസ് ഓപ്ഷൻ അയാളുടെ വർക്ക് ലൈഫുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 2 ദിവസം മാത്രമാണ് ഞാൻ എൻ്റെ ഓഫീസിൽ പോയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ റിമോട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എല്ലാ എഞ്ചിനീയേഴ്സിനും അങ്ങനെ കഴിഞ്ഞോണമെന്നില്ല. ഇപ്പോൾ ഒരു ഓഫീസിൽ ഹൈബ്രിഡ് മോഡിൽ പോകുന്ന ആളുകളാണ് കുറേ ആളുകൾ. ഇപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ് അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറാണ്, അയാൾക്ക് സൈറ്റിൽ പോയി വർക്ക് ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പോൾ അത്തരം എഞ്ചിനീയേഴ്സിന് അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് ഉണ്ടാവുക. പക്ഷേ ഇൻ ജനറൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ ചെയ്യണം, നാളെ ചെയ്തിട്ട് കാര്യമില്ല. എഞ്ചിനീയറിംഗ് അങ്ങനല്ല, ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യണം. പക്ഷേ ഒരു പ്രയോറിറ്റി സ്വാഭാവികമായിട്ടും ഡിഫറൻറ്റ് ഉണ്ടാവുമല്ലോ. മാത്രമല്ല മേ ബി ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മേ ബി അക്രോസ് ടൈം സോൺസ് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ US ആളുകളുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളിലെ ആളുകളായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഉണർന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഉണർന്നിരിക്കുന്ന സമയത്ത് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് എന്താണ്, ഇത് ചില ആളുകൾക്ക് ഒരു ഗുണമാണ്, ഒരു ഫ്ലെക്സിബിലിറ്റി കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളവർക്ക്. ചില ആളുകൾക്ക് ഇതൊരു പ്രശ്നമാണ്. കാരണം ഒരു 9 to 5 ജോബല്ല, എത്ര സമയം വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അത് എഞ്ചിനീയറിങ്ങിൻ്റെ ഓരോ സ്ട്രീമിനനുസരിച്ച് ഇത് വേരി ചെയ്യുന്നതാണ്. മെഡിസിനിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റാണ് ഉണ്ടാവുക. ഒരു 9 to 5 ജോബായിട്ട് നമുക്ക് ഒരിക്കലും മെഡിസിനെ കൂട്ടാൻ സാധിക്കില്ല. അങ്ങനത്തെ ചില സ്പെഷ്യാലിറ്റീസ് തീർച്ചയായിട്ടും ഉണ്ടാവാം. എന്നാലും ആരാണെങ്കിലും, എത്ര വലിയ ഡോക്ടറാണെങ്കിലും പൊതുവേ അവർക്ക് നൈറ്റ് ഡ്യൂട്ടീസ് ഉണ്ടാവും. അതേപോലെ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം ദൂരെയുള്ള വീട്ടിൽ പോയി അവിടെ എത്തിയപ്പോൾ കോൾ വന്നു. കാരണം ഒരാൾ ആക്സിഡൻ്റ് ആയിട്ട്
വന്നു, അപ്പോൾ സർജറി ചെയ്യാൻ വേണ്ടി അദ്ദേഹം തിരിച്ചു വരണം എന്നുള്ളത്. കാരണം ഇറ്റ്സ് പാർട്ട് ഓഫ് ദിയർ ഡ്യൂട്ടി, റൈറ്റ്? ഇതിനൊക്കെ റെഡി ആയിട്ടുള്ള ആളുകളായിരിക്കും ഡോക്ടറാണ്. ഇതൊരു ഡിസഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഒരു ഡീമെറിറ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത് ഇതാണ് അതിന് വേണ്ട ഒരു ലൈഫ് സ്റ്റൈൽ. അതാണ് ഇതിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന, അല്ലെങ്കിൽ ഇതിലൊരു ത്രില്ല് കണ്ടെത്തുന്ന, ഇതിൽ സർവീസ് മൈൻഡ് കണ്ടെത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കുറച്ചുകൂടി ലെസ് ഫ്ലെക്സിബിൾ ആണ് കമ്പയർഡ് ടു എഞ്ചിനീയറിംഗ് ഒരു ഡോക്ടേഴ്സ് ജോബ് എന്നുള്ളത്. നാലാമത് കോളേജ് ആൻഡ് സ്റ്റഡീസ് എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് ഈസ് ഹൈലി ഡിപ്പെൻഡൻ്റ് ഓൺ കോളേജസ്. ഇപ്പോൾ നിങ്ങൾ എവിടെ പഠിച്ചു എന്നുള്ളത് എഞ്ചിനീയറിംഗിൽ വളരെ പ്രധാനമാണ്. വേറാസ് ഇൻ മെഡിസിൻ നിങ്ങൾ എവിടെ പഠിച്ചു എന്നുള്ളത് നിങ്ങളെ ഷേപ്പ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറായിട്ട് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എവിടെ പഠിച്ചതാണ് എന്ന് നോക്കിയിട്ടാവില്ല ഭൂരിഭാഗം ആൾക്കാരുടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. മേ ബി ഇൻ ഫ്യൂച്ചർ അത് കുറച്ചുകൂടി ചേഞ്ച് ചെയ്തേക്കാം ബേസ്ഡ് ഓൺ ലൈക്ക് കൂടുതൽ ഡോക്ടേഴ്സ് അറീനയിൽ വരുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അവരൊരു ജോബ് മാർക്കറ്റിൽ വരുന്നതോട് കൂടിയിട്ട്. ബട്ട് റൈറ്റ് നൗ ഒരു MBBS എവിടെ നിന്ന് എടുത്താന്നുള്ളത് ജനറലി ആരും ചോദിക്കാറില്ല. ഇനി എഞ്ചിനീയറിംഗ് നിങ്ങൾ നല്ല കോളേജിൽ പഠിച്ചില്ലെങ്കിൽ IIT NIT അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലെ നല്ല കോളേജസ് അല്ലെങ്കിൽ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടൽ ബുദ്ധിമുട്ടാണ്. വേറാസ് നിങ്ങൾ മെഡിസിന് പോയി, നിങ്ങൾ ഈവൻ വിദേശത്ത് ഒരു മെഡിസിന് പോയി കഴിഞ്ഞ് ഇവിടെ FMG എക്സാം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലിനിക്ക് എടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ഔട്ട് ഓഫ് ജോബ് ആയി പോവില്ല എന്നുള്ളതാണ് മെഡിസിൻ്റെ പ്രത്യേകത. മേ ബി സാലറിയിലൊക്കെ ചില വേരിയേഷൻസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രോബ്ലത്തിനനുസരിച്ച് വന്നേക്കാം. ബട്ട് നിങ്ങൾക്ക് ജോബ് ഇല്ലാത്ത ഒരു അവസ്ഥ ഒരിക്കലും വരികയില്ല. ഓക്കെ, ഇനി നമ്മൾ കോളേജസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ IIT NIT പോലുള്ള സ്ഥലങ്ങളിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 4 months വെക്കേഷൻസ് കിട്ടും. ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കും ബാക്കി 8 months ഉണ്ടാവുക. എന്നാലും ഈവൻ ആഫ്റ്റർനൂണൊക്കെ നിങ്ങൾ കുറേ ഫ്രീ ആയിരിക്കും. മേ ബി ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വരുമ്പോൾ ഇത്ര അധികം ഉണ്ടായിക്കൊള്ളുന്നില്ല. ബട്ട് മെഡിസിന് പോകുമ്പോൾ കുറച്ചും കൂടി ഹെക്റ്റിക്കാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ ആൻഡ് ലാസ്റ്റ് ഇയർ കുറച്ചുകൂടി അധികം കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. നോട്ട് മച്ച് അത്രയധികം വെക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഒരു PG ലൈഫിലോട്ട് പോകുകയാണെങ്കിൽ അത് വളരെ ഹെക്റ്റിക് ആയിരിക്കും. MBBS ലൈഫിനേക്കാളും ഹെക്റ്റിക് ആയിരിക്കും PG ലൈഫ്. വേറാസ് എഞ്ചിനീയറിംഗിലോട്ട് പോകുമ്പോൾ ഒരു BTech ലൈഫിനേക്കാളും കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും ആക്ച്വലി MTech ലൈഫ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി കോളേജിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി എടുക്കുകയാണെങ്കിൽ മെഡിസിൻ ഓഫ് കോഴ്സ് നിങ്ങൾ 5.5 years നിങ്ങൾ MBBSന് പോകണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് PG പ്രിപ്പറേഷന് പോകണം. PGക്ക് ഒരു 3 years എക്സ്ട്രാ എടുക്കും. അപ്പോൾ ഒരു 8.5 9 years ആയി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സീനിയർ റെസിഡൻസ് ഉണ്ടാവും 10 years ആയി. ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് പോകുകയാണെങ്കിൽ 12 years ആയി. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹൗസ് റെൻറ്റ് ഒരു 4.5 years കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഏൺ ചെയ്യാൻ തുടങ്ങും. ബട്ട് സ്റ്റിൽ നിങ്ങളൊരു അക്കാഡമിക് ഫേസിലാണുള്ളത്, അല്ലേ? ആ ഒരു കാര്യം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി സമയമെടുക്കുന്ന ഒരു 10 years ഒക്കെ നമ്മൾ പഠനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. വേറാസ് നിങ്ങൾ നല്ലൊരു കോളേജിൽ എഞ്ചിനീയറിംഗിന് പോയി കഴിഞ്ഞാൽ വിത്തിൻ 4 years or 5 years നിങ്ങൾക്ക് നല്ലൊരു ജോബ് ലാൻഡ് ചെയ്യാൻ പറ്റും. ആ മെഡിസിൻ എടുക്കുന്ന സമയം കൊണ്ട് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കലി നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് PhDക്ക് പോകണമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ പോകേണ്ട. ഹയർ സ്റ്റഡീസിന് പോയിക്കോളാം നിർബന്ധമില്ല. ബട്ട് ദിസ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വേർ യു സ്റ്റഡി. നിങ്ങൾ നല്ല കോളേജിൽ പഠിച്ചാൽ മാത്രമേ ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വേറാസ് ഒരു ലോക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജോബിന് വേണ്ടി സ്ട്രഗ്ലിംഗ് ആയിരിക്കും. അയാൾ 2-3 വർഷം ഒരു ജോബിൽ സ്പെൻഡ് ചെയ്തിട്ടും നല്ല സാലറിയോ മറ്റോ കിട്ടാത്ത അവസ്ഥകൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്തൊരു പോയിന്റ്, ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡിക്ക് ശേഷം കരിയർ ഓപ്പർച്യൂണിറ്റീസ് എടുക്കുകയാണെങ്കിൽ ജോബ്സ് ആർ ഇൻ സർട്ടൻ ഹബ്സ് ഫോർ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ ബാംഗ്ലൂർ ജോബ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കൊച്ചിയിൽ ജോബ്സ് ഉണ്ടാവും, കോഴിക്കോട് കുറച്ച് ജോബ്സ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കോട്ടക്കൽക്കാരനാണ്, മലപ്പുറം ജില്ലയിൽ. കോട്ടക്കൽ എഞ്ചിനീയറിംഗ് ജോബ് കിട്ടണമെന്ന് വെച്ചാൽ അത് നടന്നുകൊള്ളുന്നില്ല, എക്സെപ്റ്റ് ഫോർ മേ ബി ഫ്യൂ ജോബ്സ് ഇൻ ഗവൺമെൻറ് സെക്ടർ, അല്ലേ? പക്ഷേ ഒരാൾ ഡോക്ടറായി പുറത്ത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ നാട്ടിൽ, ഇപ്പോൾ എൻ്റെ സിസ്റ്റർ ഡോക്ടറാണ്, അവൾക്ക് വേണമെങ്കിൽ കോട്ടക്കൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇനി കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചി പോലത്തെ ഒരു സിറ്റിയിൽ വന്നാൽ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇനി അവർക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി UK-ലോ അല്ലെങ്കിൽ ദുബായിലോ പോയി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനൊരു ജോഗ്രഫിക്കൽ ലൊക്കാലിറ്റി അവരെ ഒരിക്കലും പരിമിതപ്പെടുത്തുന്നില്ല എന്നുള്ളത് മെഡിസിൻ്റെ ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ് ഓവർ എഞ്ചിനീയറിംഗ്. ഈവൻ എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ റിമോട്ട് ഓപ്ഷൻസ്, വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും പല കമ്പനീസും മാൻഡേറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ഓഫീസ് ലൊക്കേഷനിൽ ആളുകൾ വേണം എന്നുള്ളതാണ്. രണ്ടാമത് നമ്മളൊരു ജോബ് സ്റ്റെബിലിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ജോബ് സ്റ്റെബിലിറ്റി വിൽ ഡിപ്പെൻഡ് ഓൺ എ ലോട്ട് ഓഫ് ഗ്ലോബൽ ഫാക്ടേഴ്സ്. നമ്മുടെ ഒരു എഞ്ചിനീയറായി വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജോലി പോവുക. ഫോർ എക്സാമ്പിൾ ഒരു ഗ്ലോബൽ റിസഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓയിലിൻ്റെ പ്രൈസ് മാറിയാൽ, ഇതൊക്കെ ഒരു എഞ്ചിനീയറിൻ്റെ ജോലിയെ പലപ്പോഴും ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചൈനയിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ചൈനയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ US അവർ അത് എടുക്കില്ല, കാരണം ഫോർ സെക്യൂരിറ്റി റീസൺസ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു?
ചൈനയിൽ നിന്ന് US-ലോട്ടുള്ള എക്സ്പോർട്ട് കുറഞ്ഞു. അപ്പോൾ അവിടെ എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി വളരെ കുറഞ്ഞു. കുറേ കമ്പനികൾ പൂട്ടുന്നൊരവസ്ഥ ഉണ്ടായി. നേരെ മറിച്ച് നിങ്ങൾ മെഡിസിൻ ആലോചിച്ചാൽ അവിടെ കുറച്ചും കൂടി ജോബ് സ്റ്റെബിലിറ്റി ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പോയിന്റ് വന്നാൽ മറ്റൊരു ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. നിങ്ങളൊരു ഗ്ലോബൽ കണ്ടീഷൻസ് ഒന്നും മേ ബി ചിലപ്പോൾ ആളുകളുടെ ഒരു പർച്ചേസിങ് പവറിനെയോ അല്ലെങ്കിൽ അവർ തരുന്ന ഫീസിനൊക്കെ ബാധിക്കുമെങ്കിലും അവരുടെ ഒരു ജോബ് സ്റ്റെബിലിറ്റി എന്തെയില്ല, ഒരിക്കലും ഇത്തരം കണ്ടീഷൻസ് ബാധിക്കില്ല എന്നുള്ളത് കൂടി ആ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ജോബ് സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഫൈനാൻഷ്യൽ ആസ്പെക്ട് ആസ് എ നെക്സ്റ്റ് ഫാക്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ IIT NIT ഫീ മേ ബി മെഡിസിനിൽ ഒരു ഗവൺമെൻറ് കോളേജിൽ പോകുന്നതിനേക്കാളും ഹയർ ആയിരിക്കും. പക്ഷേ ഒരു നോർമൽ നമ്മുടെ നാട്ടിൽ CT അല്ലെങ്കിൽ TKM ഇത്തരം കോളേജിൽ പോകുകയാണെങ്കിൽ ഫീ വിൽ ബി ലോവർ. പക്ഷേ ഈ 4 വർഷം കൊണ്ട് തന്നെ ആ ഫീൽ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ലഭിക്കും. 4 വർഷം കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ജോബ് ലാൻഡ് ചെയ്യാൻ പറ്റും, നല്ലൊരു കരിയർ ഗ്രോത്ത് കാര്യങ്ങൾ ലഭിക്കും. നേരെ മറിച്ച് നിങ്ങൾ മെഡിസിന് പോയി കഴിഞ്ഞാൽ അവിടെ ഫീ ആക്ച്വലി കുറവാണ്. ഈവൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് എടുത്താലും അല്ലെങ്കിൽ എയിംസ് ജിപ്മറൊക്കെ എടുത്താലും വളരെ കുറവാണ് കമ്പയർഡ് ടു ദി ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ്. ഓക്കെ, ഒരു സ്റ്റാർട്ടിംഗ് സാലറി മേ ബി ലോ ഫോർ MBBS കമ്പയർഡ് ടു ഒരു ബിടെക്കാരൻ ഇൻ IIT or NIT, ബട്ട് അത് ഓവർടേക്ക് ചെയ്യും അറ്റ് എ സർട്ടൻ പോയിന്റ്. നിങ്ങൾ കരിയറിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു ഡോക്ടറായി കഴിഞ്ഞാൽ, ഇപ്പം നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സർജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് അയാൾക്ക് കിട്ടുന്ന ഒരു സാലറി എന്നുള്ളത് ഒരു എഞ്ചിനീയറുടെ സാലറിയേക്കാളും വളരെ ഡിഫറൻ്റ് ആയിരിക്കും. മാത്രമല്ല സാലറിയിൽ ഒരുപാട് കോമ്പണൻസ് ഉണ്ടാവും. അയാൾ എത്ര രോഗികളെ കാണുന്നു, അയാൾ എത്രത്തോളം സർജറീസ് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മെഡിസിൻ എന്നുള്ളത് എന്താ പറയുക, ഒരു ലോങ്ങർ ടേമിൽ മേ ബി കുറച്ചും കൂടി റിവാർഡിങ് ആയിരിക്കും. ബട്ട് ദ പാത്ത് ഈസ് ഹാർഡർ. പിന്നെ ഈ റിവാർഡ് എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് ഉറപ്പൊന്നുമില്ല. അത് മേ ബി എ ഫ്യൂ ഡോക്ടേഴ്സ് ഹു ആർ വെരി എന്താ പറയുക പാഷനേറ്റ് ഓർ വെരി സ്കിൽഫുൾ എന്നുള്ളതായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം ഈ ഫാക്ടേഴ്സ് എടുത്തിട്ട് വേണം നമ്മളൊരു കരിയർ എഞ്ചിനീയറിംഗ് വേണോ മെഡിസിൻ വേണോ തീരുമാനിക്കാൻ. വേറെ എന്ത് വേണമെങ്കിൽ തീരുമാനിക്കണമെങ്കിൽ ഇങ്ങനത്തെ ചാർട്ട് പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് വേണം. ഇതെന്തിനാന്ന് വെച്ചാൽ കരിയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് മാരിയിങ് സമൺ, ഒരു കല്യാണം കഴിക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ അതിന് ഫിറ്റാണോ, ആ കരിയർ നമുക്ക് ഫിറ്റാണോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഫോർ ദ ഫ്യൂച്ചർ, നമുക്ക് എത്ര കാലം പഠിക്കാം, നമ്മുടെ ഫാമിലിയിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്, നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ട കാലഘട്ടം ഏതാണ് എന്ന് തുടങ്ങിയ ഒരുപാട് ഫാക്ടേഴ്സിന് ഡിപ്പെൻഡൻ്റ് ആണ്. ഈ കാര്യങ്ങൾ മുഴുവൻ പരിഗണിച്ച് വേണം നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. NEET JEE ആസ്പിറൻസിനായിട്ട് നമ്മുടെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. ബൈ.